ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സംഭവിക്കുന്ന പൂർണ്ണമായ ഒരു രൂപാന്തരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വളരെ ആകർഷകവും എന്നാൽ അത്യന്തം പ്രായോഗികവുമായ ഒരു വിഷയമാണിത്. അതെ, കേവലം പുറമേയുള്ളൊരു മാറ്റമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ആ വലിയ മാറ്റം എങ്ങനെ പ്രായോഗികമാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഒട്ടും വൈകാതെ നമുക്ക് വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് തന്നെ കടക്കാം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്: നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര മനസ്സിലായില്ല. സാധാരണഗതിയിൽ യാഗങ്ങളെന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതല്ലേ? പിന്നെങ്ങനെയാണ് ഈ ജീവനുള്ള യാഗം സാധ്യമാകുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. നോക്കൂ, ജീവനുള്ള യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനുള്ള ശരീരത്തെയും നാം നിത്യവും ചെയ്യുന്ന പ്രവൃത്തികളെയും, ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായും ഓരോ ദിവസവും ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. ഇതൊരു വിശുദ്ധവും ദൈവത്തിന് പ്രസാദവുമുള്ള കാര്യമാണ്. അതായത് വേറെ എവിടെയോ പോയി ചെയ്യുന്ന ഒന്നല്ല ആരാധന. നിങ്ങളുടെ സാധാരണ ദൈനംദിന ജീവിതം തന്നെ ദൈവത്തോടുള്ള ബുദ്ധിയുള്ള ആരാധനയായി മാറുന്നു എന്നതാണിതിന്റെ യഥാർത്ഥ പൊരുൾ. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? എവിടെ നിന്നാണിത് തുടങ്ങേണ്ടത്? ഇതിന്റെ തുടക്കം എപ്പോഴും ഉള്ളിൽ നിന്നാണ്. അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. ആന്തരിക മാറ്റം, അഥവാ നമ്മുടെ മനസ്സ് പുതുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവിടെ വചനം 2 കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായി, ഈ ലോകത്തിനു അനുരൂപമാകാതെ എന്ന്. അതായത് ചുറ്റുമുള്ള ലോകം ചെയ്യുന്നതെല്ലാം കണ്ണടച്ചനുകരിക്കുന്ന ആ പഴയ രീതി ഒന്ന് മാറ്റിവെക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യമെന്താണ്? രണ്ടാമതായി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന് പറയുന്നു. അതായത് നമ്മുടെ ചിന്താരീതികളെ ബോധപൂർവം മാറ്റുക. ലോകത്തിന്റെ സ്വാർത്ഥമായ ചിന്തകൾക്ക് പകരം ദൈവത്തിന്റെ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറച്ച് നമ്മെ തന്നെ നിരന്തരം നവീകരിക്കുന്ന വളരെ സജീവമായ ഒരു പ്രക്രിയയാണിത്. ഇതൊറ്റത്തവണ നടക്കുന്ന കാര്യമല്ല, തുടർച്ചയായി ചെയ്യേണ്ട ഒന്നാണ്. ശരി, എന്തിനാണ് നമ്മളിങ്ങനെ നിരന്തരം മനസ്സ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ ആവശ്യകത എന്താണ്? ഇതിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ചിന്തകൾ മാറാതെ ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകില്ല. ആ പഴയ ചിന്താഗതി മാറുമ്പോൾ മാത്രമാണ് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. മനസ്സിലായി. നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പുതുക്കപ്പെട്ട മനസ്സുള്ള ഒരു വ്യക്തി ചുറ്റുമുള്ള ആളുകളുമായി, പ്രത്യേകിച്ച് സഭയുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്? വളരെ കൃത്യമായൊരു ചോദ്യം. അവിടെയാണ് നമ്മുടെ അടുത്ത വിഷയം കടന്നുവരുന്നത്: കമ്മ്യൂണിറ്റി ബോഡി, അഥവാ പല അവയവങ്ങൾ ചേർന്ന ഒരു ശരീരം. അപ്പോസ്തലനായ പൗലോസ് മനുഷ്യ ശരീരത്തെ തന്നെ ഒരു മനോഹരമായ ഉദാഹരണമായി ഇവിടെ എടുത്തു കാണിക്കുകയാണ്. പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളും ആകുന്നു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ പലതരം അവയവങ്ങളുണ്ടല്ലോ, എന്നാൽ അവയ്ക്കൊന്നും ഒരേ പ്രവർത്തനമല്ല ഉള്ളത്. അപ്പോൾ നമ്മളാരും മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്ന് അഹങ്കരിക്കേണ്ടതില്ല, അല്ലേ? 100% ശരിയാണ്. നാം ഒറ്റയ്ക്കല്ല, നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. പരസ്പരം ആശ്രയിക്കുന്ന, പരസ്പരം ആവശ്യമുള്ള അവയവങ്ങളാണ് നാം ഓരോരുത്തരും. പാഠിതാവ്: അങ്ങനെയാണെങ്കിൽ ഈ വലിയ ശരീരത്തിൽ എന്റെ സ്ഥാനമെന്താണ്? എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? നോക്കൂ, ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആത്മീയ വരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു സഭ ഒന്നായി വളരുന്നത് ഈ വരങ്ങളിലൂടെയാണ്. അത് ചിലപ്പോൾ പ്രവചനമാകാം, ശുശ്രൂഷയാകാം, ഉപദേശമോ പ്രബോധനമോ ആകാം, ദാനം ചെയ്യൽ, ഭരണം, കരുണ കാണിക്കൽ തുടങ്ങി പലതരം വരങ്ങളുണ്ട്. അപ്പോൾ ഈ ലഭിച്ച വരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാനം ചെയ്യുന്ന വ്യക്തി അത് ഏകാഗ്രതയോടെ ചെയ്യണം. ഭരിക്കുന്നവൻ വലിയ ഉത്സാഹത്തോടെ ചെയ്യണം. ഇനി കരുണ കാണിക്കുന്നവനോ അത് വളരെ പ്രസന്നതയോടെ, സന്തോഷത്തോടെ ചെയ്യണം. ഈ വ്യത്യസ്തമായ വരങ്ങൾ സഭയാകുന്ന ഒരേ ശരീരത്തിന്റെ വളർച്ചയ്ക്കായി ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാവരും ഒന്നായി വളരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നത്. കേട്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഈ വരങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ മറ്റുള്ളവരുമായി നല്ലൊരു ബന്ധം അത്യാവശ്യമാണല്ലോ. അങ്ങനെ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത വിഷയം: സ്നേഹത്തിന്റെ പ്രായോഗികത. ഈ പറയുന്ന വരങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന അതിന്റെ മെയിൻ എഞ്ചിൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. വചനം വളരെ കൃത്യമായി പറയുന്നുണ്ട്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന്. യാതൊരുവിധ കാപട്യവുമില്ലാത്ത പൂർണ്ണമായും ആത്മാർത്ഥമായ സ്നേഹം. ഒപ്പം തിന്മയെ വെറുത്ത് നല്ലതിനോട് മാത്രം ചേർന്നു നിൽക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നു. അതെ, ഒരു ആരോഗ്യകരമായ സമൂഹത്തിനു വേണ്ടിയുള്ള
നമ്മുടെ ദൈനംദിന ശീലങ്ങളാണിവ. സഹോദരപ്രീതിയിൽ പരസ്പരം ബഹുമാനിക്കുന്നതിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുക, ആത്മാവിൽ എരിവുള്ളവരായിരിക്കുക, ആശയിൽ സന്തോഷിക്കുക, കഷ്ടത വരുമ്പോൾ സഹിഷ്ണുത കാണിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യുക, അതിഥി സൽക്കാരം ആചരിക്കുക തുടങ്ങി വളരെ വേഗത്തിൽ പറഞ്ഞുപോകുന്ന എന്നാൽ അത്യന്തം പ്രാധാന്യമുള്ള നിർദ്ദേശങ്ങളാണിവ. ഇതെല്ലാം ആ പുതുക്കപ്പെട്ട മനസ്സിന്റെ യഥാർത്ഥ പ്രതിഫലനങ്ങളാണ്. സഭയ്ക്കുള്ളിൽ ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ ജീവിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്കൊരു വലിയ സംശയമുണ്ട്. നമ്മളോട് ശത്രുതയോടെ പെരുമാറുന്ന പുറത്തുള്ള ലോകത്തോട്, അഥവാ നമ്മെ എതിർക്കുന്നവരോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവിടെയാണ് യഥാർത്ഥ വെല്ലുവിളി. അതാണ് നമ്മുടെ അവസാനത്തെ വിഷയം, ബാഹ്യമായ പ്രവൃത്തി അഥവാ തിന്മയെ നന്മയാൽ ജയിക്കുക. ഈ ചോദ്യത്തിന് വചനം നൽകുന്നത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നൊരു ഉത്തരമാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ശപിക്കാതെ അനുഗ്രഹിക്കാനോ? സാധാരണഗതിയിൽ നമ്മെ ദ്രോഹിക്കുന്നവരെ തിരിച്ചു ദ്രോഹിക്കാനോ ശപിക്കാനോ അല്ലേ ഏതൊരു മനുഷ്യനും തോന്നുക? കൃത്യമായി പറഞ്ഞാൽ അതാണ് ഈ ലോകത്തിന്റെ രീതി. എന്നാൽ നേരത്തെ പറഞ്ഞ ആ പുതുക്കപ്പെട്ട മനസ്സ് ആവശ്യപ്പെടുന്ന പ്രതികരണം ശാപമല്ല, മറിച്ച് അനുഗ്രഹമാണ്. തികച്ചും വ്യത്യസ്തമായൊരു സമീപനമാണിത്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനം നിലനിർത്താൻ നാം ശരിക്കും എന്തു ചെയ്യണം? ഇത്രയും എതിർപ്പുകൾക്കിടയിൽ അതൊട്ടും എളുപ്പമല്ലല്ലോ. അതിനുള്ള ഒരേയൊരു വഴി നമ്മുടെ അഹങ്കാരം പൂർണ്ണമായും മാറ്റിവെക്കുക എന്നതാണ്. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് നിൽക്കുക. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാനും കരയുന്നവരോടുകൂടെ കരയാനും നമുക്ക് കഴിയണം. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കുക, അല്ലേ? അതെ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആ സ്വാർത്ഥതയും അഹങ്കാരവും മാറ്റിവെക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായി യഥാർത്ഥത്തിൽ താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കൂ. നോക്കൂ, ഒരു ശത്രുവിനോട് എങ്ങനെ ഇടപെടണമെന്നതിന് വചനം കൃത്യമായ പടവുകൾ തരുന്നുണ്ട്. ഒന്നാമതായി, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. രണ്ടാമതായി, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമതായി, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതിരിക്കുക. കാരണം കർത്താവ് പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. നാം ദൈവകോപത്തിനിടം കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഏറ്റവും അവസാനത്തെ പടിയാണ് ഇതിലേറ്റവും രസകരം. നിങ്ങളുടെ ശത്രുവിന് ഭക്ഷണം കൊടുക്കുക. ശത്രുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന വചനത്തിൽ പറയുന്നതിന്റെ അർത്ഥമെന്താണ്? അവനെ ദ്രോഹിക്കുക എന്നാണോ അതിനർത്ഥം? അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അവനോട് കാണിക്കുന്ന ഈ വലിയ ദയ അവന്റെ ഉള്ളിലെ ശത്രുതയെ ഇല്ലാതാക്കുകയും അവനിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ജ്വലിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അവനെ ചിന്തിപ്പിക്കും. അപ്രതീക്ഷിതമായ വലിയ സ്നേഹം കൊണ്ട് ശത്രുതയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു തന്ത്രമാണിത്. അപ്പോൾ ഈ പഠനത്തിന്റെ അവസാനത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഇന്ന് നിങ്ങൾ തിന്മയെ നന്മയാൽ ജയിക്കുമോ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന അതിശക്തമായ ആശയമാണ് റോമർ 12-ാം അധ്യായം നമുക്ക് നൽകുന്നത്. തീർച്ചയായും ഇതൊരു വെറും ഉപദേശം മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നാം പ്രായോഗികമായി ജീവിച്ച് കാണിക്കേണ്ട വലിയൊരു വെല്ലുവിളിയാണ്. മനസ്സ് പുതുക്കി ആ ജീവനുള്ള യാഗമായി മാറാനും തിന്മയെ നന്മ കൊണ്ട് നേരിടാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ വിശദീകരണം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ നമുക്ക് ശ്രമിക്കാം.